കൊല്ലത്തെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ നോക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ യുക്തിവാദികൾ നിരീശ്വരവാദികളൊക്കെ ഓവറായിട്ട് ഇസ്ലാമിനെയൊക്കെ ചൂഷണം ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ നോക്കണമെങ്കിൽ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നത് മുസ്ലിങ്ങളായ ആളുകൾ തന്നെയാണ് പിന്നീട് ഈ യുക്തിവാദത്തിലേക്കും അതുപോലെ നിരീശ്വരവാദത്തിലേക്കൊക്കെ പോയി ഇസ്ലാമിനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ നമ്മളിപ്പോൾ ഈ ഭൗതിക വിദ്യാഭ്യാസം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വളരെ ഓവറായിട്ട് ഇങ്ങനെ അധികരിച്ചു. ഓവറായിട്ട് പറഞ്ഞാൽ മുമ്പത്തേക്കാളും നല്ല നിലവാരമുള്ള രീതിയിൽ ഇപ്പോൾ ഭൗതിക വിദ്യാഭ്യാസമൊക്കെ വന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ ഇപ്പോൾ കലാലയങ്ങളുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ലിബറൽ മൈൻഡാണ്. അതുപോലെ എന്തിനാ ഇപ്പം അതിൻ്റെ ആവശ്യം, മതം എന്തിനാണ്, മതത്തിൽ ഈ റൂൾ എന്തിനാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഒക്കെ നമ്മളിഷ്ടം പോലെ ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവർ ഈ നിലയ്ക്ക് ഈ നമ്മുടെ ഇസ്ലാമിനെയും യുക്തിവാദത്തിലേക്കൊക്കെ കടക്കുന്നത് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സമന്വയ വിദ്യാഭ്യാസത്തെ, മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിനൊക്കെ ഒരു പ്രസക്തി കെടുക്കണതെന്ന് അല്ലേ? നമുക്ക് ആദ്യകാലങ്ങളിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തിനേക്കാൾ മതവിദ്യാഭ്യാസം ആയിരുന്നു എല്ലാവരും ആർജിച്ച് പഠിച്ചിരുന്നതും അതിനെല്ലാവരും നോക്കി കൊണ്ടുപോയതൊക്കെ. പക്ഷേ അപ്പോഴാണെങ്കിൽ നമ്മുടെ സംസ്കാരവും പിന്നെ ലിബറൽ ചിന്തകളൊന്നും വന്നിട്ടേ ഉണ്ടായിരുന്നു. പിന്നീട് നോക്കുമ്പോൾ എല്ലാവരും മതത്തിൽ നിന്നും മാറി ഭൗതികത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്തകളൊക്കെ വളർന്നു വരാനുള്ള കാരണം. ആദ്യം പണ്ട് കാലത്ത് പറഞ്ഞാല് ഭൗതിക വിദ്യാഭ്യാസം അത്രമാത്രം ഇല്ലായിരുന്നു. മാത്രമല്ല നല്ല മതവിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലിബറൽ ചിന്തകൾ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തില് ഇസ്ലാം ഇന്നത്തെ പോലെ ആക്രമിക്കപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഇപ്പോൾ ഈ മതഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ തായോസ്താദിന്റെ ഒരു പാട്ടുണ്ട്, സ്കൂൾ വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിട്ട് എന്തില്ല കാര്യമില്ല, അത് നമ്മളെന്ത് ചെയ്യും, നഷ്ടത്തിലേക്കാണ് നമ്മൾ എത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സമന്വയ വിദ്യാഭ്യാസം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക വിദ്യാഭ്യാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തായോസ്താദ് അന്നൊരു പാട്ടുണ്ട്, ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ വളരെ നഷ്ടമാണ്, അത് മാത്രമാണ് എന്നുണ്ടെങ്കിൽ വളരെ കഷ്ടമാണ്. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത്, ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ഈ ജീവിതത്തോടെ എന്ത് ചെയ്യും, അത് അവസാനിക്കും, പിന്നെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന് ശേഷം നമുക്ക് എന്തുണ്ട്, അതുകൊണ്ട് ഓരോ ഉപകാരങ്ങളും അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ അതിൻ്റെ ശേഷം എന്ത് ചെയ്യും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു രീതിയിലാണ് അന്ന് തവ്യവസ്ഥ നമുക്ക് എന്ത് ചെയ്ത് പാടി തന്നത്. ഇത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ സമന്വയ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടത്. സ്ത്രീകളില് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം വളരെ ആവശ്യകത വരുന്നൊരു കാലഘട്ടം കൂടി. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസം കൂടുമ്പോൾ സ്ത്രീകളെ ഒന്നുകൂടി മതത്തിൽ കൂടുതൽ അറിവുണ്ടാവേണ്ട ആവശ്യമുണ്ട്. കാരണം ഫിഖ്ഹിയായ മസാലകൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് അവർക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അത് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം അവർക്ക് എന്തുകൂടി കൂടുതലായിട്ട് ആവശ്യം വരുന്നുണ്ട്, മതവിദ്യാഭ്യാസം കൂടി കൂടുതൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ കാലഘട്ടത്തിലെല്ലാം മതം വേണം, പക്ഷെ അതിനേക്കാൾ ഭൗതികവും വേണം എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അവിടെയാണ് ഈ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ ഭൗതിക വിദ്യാഭ്യാസം കൂടി എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പൊ എന്താണ്, നല്ല വിദ്യാഭ്യാസം, എൻ്റെ മകനെ നല്ല പഠിക്കണം, നല്ല വിദ്യാഭ്യാസം വേണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല വലിയ കോഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് മക്കളെ ഇങ്ങനെ ഉന്നതിയിലേക്ക് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ പഴയ പോലെ ദർസ് സിസ്റ്റത്തിൽ മക്കളെ ചേർക്കാൻ മാതാപിതാക്കൾ എന്തില്ല താല്പര്യപ്പെടുക. കാരണം പഴയ ദർസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഫുള്ള് കിതാബോത്താണ്. അപ്പോൾ അവർക്ക് എന്തിന് സമയം കിട്ടൂല, ഈ ഭൗതിക കോഴ്സും കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നും സമയമൊന്നും കിട്ടാതെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും അധികം ആൾക്കാരും ഈ സമന്വയ വിദ്യാഭ്യാസം പഠിക്കുമ്പോൾ തന്നെ പകുതി വെച്ച് കണ്ട് നിർത്തി പോകുന്ന ഒരു അവസ്ഥ ഇതിൽ നമ്മൾ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഈ അവരിൽ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അതൊരു വലിയൊരു രീതിയിലേക്ക് അവരെ അപകടകരമായ രീതിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. യുക്തിവാദികളായിട്ടും നിരീശ്വരവാദികളായിട്ടൊക്കെ പിന്നീട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അത് വളരെ അപകടകരമായ സാഹചര്യം തന്നെയാണ്. ഒരു മനുഷ്യന് പ്രധാനപ്പെട്ടത് വേണ്ടത് ഈ അറിവും തിരിച്ചറിവും വേണം. പ്രധാനമായും ഈ അറിവ് ലഭിക്കുന്നത് നമുക്ക് പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രമാണ്. പക്ഷേ ഈ തിരിച്ചറിവ് നമുക്ക് മതത്തിലൂടെ ജീവിക്കുന്നവർക്ക് കിട്ടുന്നതാണ് ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഈ കാലഘട്ടത്തിൽ വിലയുള്ളൂ. നമുക്ക് നമ്മൾ പറയുന്ന വാക്കുകൾക്കും പ്രവൃത്തികൾക്കൊക്കെ വില കൽപ്പിക്കുകയുള്ളൂ മനുഷ്യർ. അതെ, മുമ്പൊരിക്കലൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ തന്റെ മാതാവിന്റെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവനക്ക് ആ എഞ്ചിനീയറിന് എന്താന്ന് വെച്ചാൽ അവനക്ക് എന്തുണ്ട്, ഒരു കമ്പ്യൂട്ടറിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ആ കമ്പ്യൂട്ടറിനെ അതിൻ്റെതായ രീതിയിലും അതിനുള്ള ടെക്നിക്കലും കാര്യങ്ങളൊക്കെ അവനക്ക് എന്തുണ്ട്, അറിവുണ്ട്. പക്ഷെ തൻ്റെ മാതാവാണ് അതിനോട് മാതാവിനോടുള്ള കടമകളും ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളൊക്കെ തനിക്കുണ്ട്. മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗം. ഇത്തരം തിരിച്ചറിവുകളൊന്നും അവനക്ക് കിട്ടിയിട്ടില്ല. അതിനെന്ത് തന്നെ വേണം, മത പഠനം തന്നെ എന്താണ് ആവശ്യമാണ്. അതുപോലെ നമ്മളിപ്പോൾ ഇപ്പോൾ 1 മുതൽ 7 വരെ പഠിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇവിടെ നിന്നുള്ള നീരാവി മേലോട്ട് പോയിട്ട് അവിടുന്ന് മഴയായിട്ട് വർഷിക്കുകയാണെന്ന്. ഇതിൻ്റെ പിന്നിലൊക്കെ സൃഷ്ടാവുണ്ട് എന്നുള്ളൊരു അറിവെന്തില്ല, ഇങ്ങനത്തെ ആൾക്കാർക്കില്ല. അതെ, നമ്മളിപ്പോൾ എന്തിനെ പറ്റിയൊക്കെ പഠിക്കുന്നത്, പ്രപഞ്ചത്തെ പറ്റി പഠിക്കുന്നു, സൗരയൂഥം, ഗോളശാസ്ത്രം പഠിക്കുന്നു, അതുപോലെ ഭൂമികളെ പറ്റി, നദികളെ പറ്റി, മഴയെ പറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ള ഒരു തലത്ത് പറഞ്ഞ പോലെ സൃഷ്ടാവുന്നുള്ള ഒരു ബോധം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെന്നെ വേണം, മതവിദ്യാഭ്യാസം ഭൗതികത്തിനൊപ്പം കൂടി കൊണ്ടായാലേ അതിന് സാധ്യമാവുള്ളൂ. പിന്നെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്ന് പറയുന്നത് സാഹചര്യങ്ങളാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ്. പുറത്തു നോക്കുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങൾ കൂടെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് നമ്മുടെ ഈ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ്. ഇപ്പം എങ്ങനെ എടുത്തു നോക്കിയാലും സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏത് സ്കൂളുകളിലേക്കൊക്കെ നോക്കിയാൽ തന്നെ അതാണ്. പഠിക്കാനല്ല ഒരു കുട്ടിയും ഇപ്പോൾ സ്കൂളിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഈ സാഹചര്യങ്ങൾ ഈ സമന്വയ വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്നവർക്ക് അതിൻ്റെ ഒരു സാഹചര്യം ഇവിടെ തുറന്നു കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളെ ഈ SLC കാലഘട്ടം, +1 +2, ഇപ്പം നമ്മളെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ നോക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് അവരുടെ സ്കൂൾ പഠനം കൂടി കൂടുതൽ നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഒന്നുകൂടി ഇവിടെ ആയിരിക്കും സുഖം. കാരണം കൃത്യമായ പഠനത്തിനുള്ള ഒരു ആംബിയൻസ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നാട്ടിൽ നിന്ന് കിട്ടായില്ല, പക്ഷെ അതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട രീതിയിൽ ഇവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഈ പുതിയ ലോകം എന്ന് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലോകത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഓരോ ഉപകരണങ്ങളും ഇന്ന് ഇതുപോലത്തെ സമന്വയ വിദ്യാഭ്യാസ ക്യാമ്പസുകളിൽ ഇല്ല എന്നുള്ളത് വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ ഭൗതിക വിദ്യാഭ്യാസം കോളേജുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ നിർമ്മിത ബുദ്ധിയുടെ ഓരോ ഉപകരണങ്ങളും ആ ക്യാമ്പസുകളിൽ ധാരാളമായിട്ടുണ്ടാവും. സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വളരെ കുറവാണ്. കാരണം അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് ഈ സമന്വയ വിദ്യാഭ്യാസം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജോലി സാധ്യതയിലേക്ക് കുറവായിരിക്കും. അതെ, ശരിയാണ്. ഈ തൊല്ലത്ത് പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. നമ്മൾ ഈ ഭൗതിക സ്ഥാപനങ്ങളിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ അവിടെ അപ്ഡേഷനുകൾ പെട്ടെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സമന്വയ വിദ്യാഭ്യാസങ്ങളിൽ അങ്ങനെ അപ്ഡേഷനുകൾ നടക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെയുള്ള അത്രമാത്രം ഒരു കൃത്യമായ ഒരു അപ്ഡേഷൻ നടക്കുന്നില്ല. അതന്നെയാണ്. എന്നാൽ സ്ത്രീകളെ വിദ്യാഭ്യാസം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഓരോ മതപരമായ കാര്യങ്ങൾ അവർക്ക് അറിയേണ്ടതുണ്ട്. ഏത് സമയത്ത് എന്ത് ചെയ്യണം, മറ്റൊരു സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അത് മതത്തിലൂടെ മാത്രം കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ വിദ്യാഭ്യാസം അവർക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടാവും, അതൊക്കെ അവർ ഈ ഒരു സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കണം. പക്ഷേ ഈ ഒരു ഇപ്പോഴത്തെ പുതിയ കാലത്ത് സ്ത്രീകൾ എന്ത് ചെയ്യണില്ല, മതവിദ്യാഭ്യാസത്തിൽ നിന്ന് വളരെ പിന്നോട്ട് നിൽക്കുകയാണ്. ഫുള്ള് ഭൗതിക വിദ്യാഭ്യാസം, വളരെ ഉയർന്ന ജോലികളിലേക്ക് നേടിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ സമന്വയ വിദ്യാഭ്യാസം അവർക്ക് ഈ ഒരു അവസരത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ സ്ത്രീകളെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പിന്നെ പറഞ്ഞാൽ ഈ സമന്വയ വിദ്യാഭ്യാസമൊക്കെ ആകുമ്പോൾ മുഴുവൻ സമയവും ഈ എഡ്യൂക്കേഷണൽ കാര്യങ്ങളിലാണ് അവരെന്താണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ പുറത്ത് നോക്കുമ്പോൾ ഒരുപാട് കളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം പോകുന്നു. കുറേ സമയം മൊബൈലിൽ,
ആനന്ദം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലായിട്ട് എന്തുണ്ട്, സമയം കുറേ വേസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ സാമാന്യ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കൂടുതൽ സമയം അവരുടെ ജീവിതത്തിൽ എന്തിനാണ് ഈ പഠനവുമായി ബന്ധപ്പെട്ട് വായന, മറ്റു പ്രവർത്തനങ്ങൾ, ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ കൂടുതൽ അവർ ബ്രില്യൻ്റ് ആവാൻ, ഇൻ്റലിജൻ്റ് ആക്കാൻ സാധ്യത എവിടെയാണുള്ളത്? ഈ മതബോധിക സ്ഥാപനങ്ങളിലൊക്കെയാണുള്ളത്. അതുപോലെ ലഹരി നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് നോക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് ലഹരി വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസുകളായാലും മറ്റു പ്രൊഫഷണൽ കോളേജുകളൊക്കെ ലഹരി പദാർത്ഥത്തിൻ്റെ ഉപയോഗം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ നമ്മൾ ഈ സമന്വയ വിദ്യാഭ്യാസം വളരെ നല്ല രീതിയിൽ ഈ മുസ്ലിങ്ങൾക്ക് എന്തുണ്ട്, നല്ല നേട്ടങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു വാക്കുണ്ട്, വിശ്വാസമില്ലാത്ത വിജ്ഞാനം വികലാംഗനാണ്, അതുപോലെ വിജ്ഞാനമില്ലാത്ത വിശ്വാസം അന്ധനാണ് എന്നുള്ളത്. ഒരാള് അന്ധതയിൽ നിന്നും അതുപോലെ വികലാംഗതയിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മതവിദ്യാഭ്യാസവും വേണം, അതുപോലെ വിശ്വാസവും വേണം, അതുപോലെ എന്തുകൂടി വേണം? ഈ ഭൗതിക വിദ്യാഭ്യാസം കൂടി വേണമെന്നുള്ളതാണ് ഐൻസ്റ്റീൻ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ നമ്മുടെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചൊരു കാര്യം എന്നുള്ളത് വിശ്വാസം പ്ലസ് വിജ്ഞാനം ഇസിക്കൽ ടു വിദ്യാഭ്യാസം എന്നുള്ളതാണ്. ഇപ്പോൾ ചില വിഡ്ഢികളൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ മതവും ഭൗതികവും ഒപ്പം പഠിക്കുമ്പോൾ അത് നമുക്ക് കരസ്ഥമാക്കാൻ ബുദ്ധിമുട്ടാണ്, അത് എത്തിപ്പിടിക്കണില്ല എന്നൊക്കെയാണ്. പക്ഷെ അതൊക്കെ പൊട്ട തെറ്റന്നല്ലേ പറയുന്നത്? പക്ഷേ അവിടെ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ മതവിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം ഒരു കപ്പാസിറ്റി ഉള്ള ആളാവണം. പക്ഷെ ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭൗതിക വിദ്യാഭ്യാസം, സമന്വയ വിദ്യാഭ്യാസം എന്നൊക്കെ കാണുമ്പോൾ മാതാപിതാക്കൾ അധികം പേരും ഇതിൽ നല്ല ആകൃഷ്ടരായിട്ട് അവരുടെ മക്കളൊക്കെ ഇതിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു പ്രശ്നം പറയില്ല, ഇങ്ങനെ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഇതിന് കപ്പാസിറ്റി ഇല്ലാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അതായത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലാത്ത കുട്ടികൾ, അവർക്കൊക്കെ എന്താവും? മടുപ്പ് മാത്രമല്ല അവരത് ബാധിക്കും. നമ്മൾ ഉസ്താമാർക്ക് പറഞ്ഞല്ലോ, തൊലബൽക്കൊല്ല് ഫൗത്തൽക്കൊല്ലുള്ള അതിലേക്ക് രണ്ടും ഇല്ലാത്തൊരു കോലത്തിലേക്ക് വരുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ രക്ഷിതാക്കളെ പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുട്ടികളെ ഈ നല്ലൊരു ഭാവിയല്ല, ഓല ഉയർന്ന അഥവാ നല്ല ജോലി കണ്ടിട്ടാണ്, ലക്ഷ്യം വെച്ചിട്ടാണ് ഇന്നത്തെ ഓരോ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ മറ്റു ഓരോ ജോലികളിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, തയ്യാറാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് ഈ പുരുഷനായാലും സ്ത്രീയായാലും ഇന്നത്തെ രക്ഷിതാക്കളെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നബിത്തങ്ങൾ പറഞ്ഞൊരു കാര്യം, തൊലബുൽ ഇൽമി ഫരീദത്തിന് അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമത്ത് എന്നുള്ളത്. അതായത് ഇൽമ പഠിക്കൽ എല്ലാവരുടെ മേലും നിർബന്ധമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ മതവിദ്യാഭ്യാസവും വേണം. മതവിദ്യാഭ്യാസം മാത്രമായതുകൊണ്ട് എന്താ ഇല്ല കാര്യമില്ല. ഇന്നത്തെ കാലത്ത് മതവിദ്യാഭ്യാസം മാത്രമായാൽ ഒരാൾക്ക് സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് വേണം? ഭൗതിക വിദ്യാഭ്യാസം വേണം. എന്നാൽ ഭൗതിക വിദ്യാഭ്യാസം മാത്രമേ അത് പറ്റൂ? ഇല്ല. അദ്ദേഹത്തിന് എന്താവും? മതകീയമായ അറിവുകൾ കുറയും. സ്വാഭാവികമായിട്ടും നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഇസ്ലാമിന് എതിരെ തിരിയാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഈ മത വിദ്യാഭ്യാസം കൂടി കമ്പൈൻ ചെയ്ത് പോയാലേ ഇതിൽ നിന്നെല്ലാം രക്ഷ കിട്ടുള്ളൂ എന്നുള്ളതാണ്.